സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിച്ച കൊല്ലം വിജിലൻസ് കോടതി വിധിയിൽ അസാധാരണത്വമെന്ന് നിയമമന്ത്രി പി രാജീവ്. അവസാന വിധി പോലെയായിരുന്നു ജാമ്യവിധിയെന്നും മന്ത്രിയുടെ പ്രതികരണം. വിധി നോക്കുമ്പോൾ പ്രത്യേകിച്ചും ജാമ്യാപേക്ഷയിൽ ചിലപ്പോൾ ചില കോടതിയിൽ ചില നിരീക്ഷണമൊക്കെ നടത്തിയെന്ന് വരാം. ഇത് ഹൈക്കോടതി ഏറ്റവും ശരിയായ ദിശയിലാണെന്ന് ഡിവിഷൻ ബെഞ്ച് ഓപ്പൺ കോർട്ടിലുള്ള ഒബ്സർവേഷൻ അല്ല, ഓർഡറിനകത്ത് തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. കുറ്റപത്രം കൊടുക്കുന്ന കാര്യത്തിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇത് ചെറിയ കേസല്ല, കുറ്റമറ്റ കുറ്റപത്രം സമർപ്പിക്കുന്നതിലാണ് വേണ്ടതെന്നായിട്ടാണ് നമ്മൾ വിധിയിലൂടെ കോടതിയുടെ ഒബ്സർവേഷനിലും കണ്ടത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ ചിലപ്പോൾ ഒരു കോടതിക്ക് തോന്നാം എന്നാൽ പോലും 90 ദിവസം കഴിഞ്ഞല്ലോ ജാമ്യം കൊടുക്കുക, അങ്ങനെയൊക്കെ കോടതിക്ക് തീരുമാനിക്കാം. പക്ഷേ ഒരു അവസാന വിധി പോലെ ഉള്ളതായിട്ടാണ് ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ വായനയിലൂടെ അല്ല പറയുന്നത്. ഇതിനകത്ത് പരാമർശം കണ്ടിട്ടുള്ളത് അത് ഒരു അസാധാരണത അതിനകത്തുണ്ട്. ഒരു തെളിവില്ല എന്ന മട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാരണ സുപ്രീം കോടതിക്ക് പറയാനുള്ള അധികാരം നമ്മുടെ ഇപ്പോഴത്തെ സംവിധാനം വെച്ചുള്ളൂ. അതേസമയം ജാമ്യ ഉത്തരവിനെതിരെ SIT ഹൈക്കോടതിയെ സമീപിക്കും. ജാമ്യ ഉത്തരവിലെ പരാമർശങ്ങൾ നീക്കണമെന്ന ആവശ്യം. പരാമർശങ്ങൾ കേസിൽ തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് SIT ഹൈക്കോടതിയെ സമീപിക്കുക. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഇത്തരത്തിൽ തന്ത്രിയുടെ ജാമ്യം വലിയ രീതിയിൽ പ്രതിപക്ഷം ഉൾപ്പെടെ രാഷ്ട്രീയ ആയുധമാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാമ്യ ഉത്തരവിനെതിരെ SIT തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. വിവരങ്ങൾ എങ്ങനെ? ശ്രീനിധി, കഴിഞ്ഞ ദിവസമാണ് കോട്ടയം വിജിലൻസ് കോടതി പുറപ്പെടുവിച്ച തന്ത്രിയുടെ ജാമ്യ ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നത്. അതിൽ തന്ത്രിക്കെതിരെ തെളിവുകളില്ല എന്ന ഗുരുതരമായ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. SITയെ പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങളാണ് ഉത്തരവിലുള്ളത്. അതുകൊണ്ട് തന്നെ അതുമായി മുന്നോട്ട് പോകുന്നത് കേസന്വേഷണത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തന്ത്രിക്ക് ഡിസ്ചാർജ് പെറ്റീഷൻ അടക്കം അനുകൂലമായി മാറാൻ, ഈ വിധി വെച്ച് അനുകൂലമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ജാമ്യ ഉത്തരവിലെ പരാമർശം മാറ്റണം എന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ നീക്കത്തിലേക്ക് SIT കടന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നിയമോപദേശം DGPയോട് ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഹർജി ഫയൽ ചെയ്യുക. പക്ഷേ ഈ പരാമർശം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടല്ല, ജാമ്യ ഉത്തരവ് റദ്ദ് ചെയ്യണം എന്നുള്ള ഒരാവശ്യമായിരിക്കും ഹർജിയായി മുമ്പോട്ട് എത്തുക. ഒരുപക്ഷെ 2 ദിവസത്തെ അതിലൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നിലവിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ജാമ്യ ഉത്തരവ് അത് കനത്ത തിരിച്ചടി മുന്നോട്ട് പോക്കിനുണ്ടാക്കും എന്നുള്ളതാണ് SITയുടെ ഒരു വിലയിരുത്തൽ. ആ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി തന്നെ ഈ ഉത്തരവിലെ പരാമർശങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടിയിലേക്ക് SIT കടക്കുന്നത്. അതിലൊരു തീരുമാനം 2 ദിവസത്തിനകം തന്നെ ഉണ്ടാകും. ശ്രീനിധി, ശരി, അങ്ങനെ ജാമ്യ ഉത്തരവിനെതിരെ SIT ഹൈക്കോടതിയെ സമീപിക്കും. ജാമ്യ ഉത്തരവിലെ പരാമർശങ്ങൾ നീക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉന്നയിക്കും. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.